തനിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യം അത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഈ സമ്പത്തെല്ലാം നീ നിന്റെ കൈമിടുക്കുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നീ പറയരുത്, അതെല്ലാം ദൈവം നിനക്ക് നൽകിയതാണ്. അതാണ് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യം നമ്മളോട് പറയുന്നത്. സഹോദരങ്ങളെ, നമുക്കിന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, സാമ്പത്തിക മേഖലയിൽ ദൈവം എന്നെ എളിവുപ്പെടുത്തിയിട്ടുണ്ടോ? ചോദ്യമാണിത്. സാമ്പത്തിക മേഖലയിൽ ദൈവം എന്നെ എളിവുപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ നമുക്ക് സമ്പത്തിന് നേരെയുള്ള നമ്മുടെ ഇന്ന് വരെയുള്ള ആറ്റിറ്റ്യൂഡിനെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കി ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഉടമസ്ഥാവകാശം ദൈവത്തെ ഏൽപ്പിക്കുക. ഞാൻ ഒരു പടി കൂടി കടന്ന് പറയട്ടെ. ഒരുപക്ഷേ ഈ കൂട്ടായ്മയിൽ ചിലരെങ്കിലും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്നവർ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ ദുഃഖത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക? സാമ്പത്തിക മേഖലയിൽ ഏതെങ്കിലും വിധത്തിൽ ദുഃഖമോ വിഷമതയോ വേദനയോ ഉള്ള ആളുകൾ എങ്ങനെയാണ് ആ ദുഃഖത്തിൽ നിന്ന് വേദനയിൽ നിന്ന് മോചനം പ്രാപിക്കുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരാദ്യമായി മനസ്സിലാക്കേണ്ടത്, ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള മുഴുവൻ സമ്പത്തും, ഈ ഭൂമിയിൽ കാണുന്ന സർവ്വസമ്പത്തും അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്, അതൊരിക്കലും ഞാനല്ല, അത് ദൈവത്തിൻ്റെതാണ് എന്നൊന്ന് അംഗീകരിച്ച് നിൻ്റെ ഉടമസ്ഥാവകാശം ആദ്യമേ തന്നെ നീ സറണ്ടർ ചെയ്യുക. ബലിപീഠത്തിൽ വെച്ച് ദൈവത്തിന് കൊടുക്കുക. ഞാൻ അതിൻ്റെ ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതാ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം തന്ന ചില കാര്യങ്ങൾ ദൈവം ആരിൽ നിന്നെങ്കിലും എടുത്തു മാറ്റുമ്പോൾ ദൈവം ചോദിക്കുന്ന എല്ലാവരോടുമായി, അങ്ങനെ ആരിൽ നിന്നെല്ലാം ദൈവം എടുത്തു മാറ്റിയിട്ടുണ്ടോ അവരോടെല്ലാവരോടും ദൈവം ചോദിക്കുന്ന ശ്രദ്ധേയമായ ഒരു ചോദ്യമുണ്ട്. അത് ലൂക്കാ 12 രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഒരു ധനാഢ്യൻ, അവന് ധാരാളം വയലേലകൾ ഉണ്ടായിരുന്നു, അവിടെയെല്ലാം അവൻ കൃഷി ചെയ്തു, ധാന്യമുണ്ടായി, അറപ്പുരയിൽ ശേഖരിച്ചു. അവൻ തന്നോട് തന്നെ പറഞ്ഞു, അല്ലയോ ആത്മാവേ, തിന്നുക, കുടിക്കുക, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ദൈവം അവനോട് ചോദിക്കുകയാണ്, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ പിൻവലിച്ചാൽ ഇവയെല്ലാം ആരുടേതായിരിക്കും? ഇതാണ് ദൈവം ചോദിക്കുന്ന ചോദ്യം. ഇത് ആരുടേതാണ്? നമ്മളിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ, അത് സമ്പത്താകട്ടെ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മൾക്ക് അതിനെക്കുറിച്ച് ദുഃഖം കാണും. പക്ഷെ ദൈവത്തിൻ്റെ ആദ്യത്തെ ചോദ്യം, ഇത് ആരുടേതാണെന്ന് നീ പറ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എടുത്തു മാറ്റാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും നമ്മുടെ കൈവശം ഇരിപ്പുണ്ടോ? ഏതും ദൈവത്തിന് ഏത് നിമിഷത്തിലും എടുത്തു മാറ്റാം. ഞാൻ എൻ്റെ വേർപ്പ് തൊളി കൊണ്ടും അധ്വാനം കൊണ്ടും ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും തമ്പുരാന് ഏത് സമയത്തും അത് എടുത്തു മാറ്റാം. കാരണം ആത്യന്തികമായി അത് ദൈവത്തിൻ്റെതാണ്. ആത്യന്തികമായി ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥൻ, നമ്മളാരും അതിൻ്റെ ഉടമസ്ഥനല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇത് ഞാനല്ല ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന ചിന്ത, ഈ ചിന്ത നമ്മളെ വളരെ പെട്ടെന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നു. ദൈവമാണ് സമ്പത്തിൻ്റെ ഉടമസ്ഥനെങ്കിൽ ഈ നാൾ വരെയും ദൈവം സമ്പത്ത് കൊണ്ട് നമ്മളെ സഹായിച്ച
കഴിഞ്ഞ കാല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രവും നന്ദിയും പറയുവാൻ നമുക്ക് കഴിയും. നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത് അതാണ്, ഇതിൻ്റെ ഉടമസ്ഥൻ ആര് എന്നതാണ്. ഇത് നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പറയാനായിട്ട് കഴിയണം. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവെ നീയാണ് ഇതിൻ്റെ ഉടമസ്ഥനെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഉടമസ്ഥാവകാശം തമ്പുരാന്റെ പക്കൽ ഉയർത്തി ദൈവത്തിന് സ്തോത്രവും നന്ദിയും പറയുക. അങ്ങനെ പറയും തോറും ആ ഉടമസ്ഥതയിലുള്ള നമ്മുടെ മാനസിക ബന്ധനം തകരും. നമുക്ക് പൂർണ്ണമായി ദൈവത്തിന് ദാനമായി നമുക്കതിനെ കാണാൻ സാധിക്കും. അങ്ങനെ സമ്പത്ത് കൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടതാണ്. പലപ്പോഴും സമ്പത്ത് കൊണ്ട് നമ്മളെ തന്നെയാണ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം നമ്മൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവമായിരിക്കെ ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മൾ ഉടമസ്ഥഭാവം ചമയുന്നു. നമ്മൾ ദൈവം കളിക്കുന്നു സമ്പത്ത് കൊണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരം രംഗങ്ങൾ നമുക്ക് തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരൊക്കെ ഉടമസ്ഥാവകാശം നമ്മളിൽ വെച്ചുകൊണ്ട് നാം ദൈവത്തോട് ആലോചന ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടുകയില്ല. അതുകൊണ്ട് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം തമ്പുരാന് മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തെ അതിന് ഉടമസ്ഥനായി കണ്ട് ദൈവത്തെ സ്തുതിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അരുളപ്പാടുകളും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളും നേരെ ശരിയായ പാതയിലൂടെ ദൈവം നമ്മളെ നയിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വിരിഞ്ഞു വരികയുള്ളൂ. നമ്മളിലെ ഞാൻ എന്ന അത്ഭുതകരമായ ആ ശക്തിവിശേഷം, നമ്മുടെ സ്വാർത്ഥത, ആ ഞാൻ എന്ന സ്വാർത്ഥതയ്ക്ക് ഒരല്പം സമ്പത്തെങ്ങാനും കിട്ടിയാൽ നമ്മുടെ നിറം മാറും, രൂപം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരത് പോയി കഴിയുമ്പോൾ എത്ര പാവത്താന്മാരാണ് ആയിട്ടാണ് കാണപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അത് പുറമേയുള്ള ഒരു ഒരു എളിമയുടെ രൂപമൊക്കെയാണ്. ഒരിക്കലും ഒരു സഹോദരനുമായി സംസാരിക്കുകയായിരുന്നു. പുള്ളിക്ക് കുറേ പണമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. പുള്ളി അങ്ങനെ ഒതുങ്ങി ധ്യാനഹോളിൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടാൽ തോന്നും ഇപ്പോൾ എന്തോ ഒരു എളിമ, പണ്ടത്തെ പ്രതാപമൊക്കെ പോയി വളരെ ഒതുങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പുള്ളിയുമായി സംസാരിക്കാൻ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വിധം മാറി. പുള്ളി പറഞ്ഞു, കാശൊക്കെ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടത്തെ പ്രതാപത്തെക്കുറിച്ചൊക്കെയാണ് പുള്ളിക്ക് പറയാനുള്ളത്. നഷ്ടപ്പെട്ടു പോയതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഇപ്പോഴും പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെന്ത് സംസാരിച്ചാലും ഇപ്പോൾ അതുണ്ടായിരുന്നെ ഞാൻ കാണിച്ചു തരാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം മനസ്സിൽ നിന്ന് പോയിട്ടില്ല, ഇപ്പോഴും ഉടമസ്ഥാവകാശം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്, ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം ഉടമസ്ഥതയിൽ നാം വയ്ക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, അത് സാത്താൻ്റെ ഒട്ടേറെ ഉപദേശങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് വെച്ചാൽ പിന്നെ അതിനെ തൊടാൻ സാത്താന് സാധ്യമല്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഈ പുസ്തകം ഞാൻ പറയുകയാണ്, ഇത് എൻ്റേതാണെന്ന് ഞാൻ പറയുമ്പോൾ ഇതിന് മറ്റൊരു അർത്ഥമുണ്ട്. എന്നേക്കാൾ ആരോഗ്യവും എന്നേക്കാൾ ബുദ്ധിയും എന്നേക്കാൾ കഴിവുമുള്ള ഒരാൾക്ക് ഇത് തട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നേക്കാൾ ആരോഗ്യവും എന്നേക്കാൾ ബുദ്ധിയും എന്നേക്കാൾ കഴിവുമുള്ള ഒരാളുടെ മുമ്പിൽ ഇതാ ഞാൻ സുരക്ഷിതനല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറയട്ടെ, ഇത് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞാലോ ദൈവത്തിന് മുകളിൽ പിന്നെ വേറെ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ മനസ്സിലാക്കുക, ആ ഉടമസ്ഥാവകാശം ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന വലിയ ആദ്യത്തെ അനുഭവമാണ് വലിയ സമാധാനം, ബുദ്ധിയെ ഉല്ലംഘിക്കുന്ന സമാധാനം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ
ജീവിത രീതിയും കാഴ്ചപ്പാടുകളുമൊക്കെ ഒത്തിരി അടിമത്തങ്ങൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ മാനസികമായ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ മനസ്സ് ചിലതിൻ്റെ എല്ലാം അടിമത്തത്തിലാണ് കഴിയുക. നമുക്ക് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ആ വിടുതൽ നമ്മളെ എത്രയോ ഉയരങ്ങളിലേക്കാണ് ഉയർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, അതുകൊണ്ട് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പലവിധത്തിലുള്ള തകർച്ചകളും മാനസിക പീഡകളും പലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളും ഒരുപക്ഷെ നമ്മുടെ കൊച്ചു ബുദ്ധി നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയേക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ദൈവം എൻ്റെ കയ്യിലേക്ക് തന്ന ഇതെല്ലാം അതെനിക്ക് വിശദീകരിക്കണം. അതുകൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അവിടേക്കൊരു വലിയൊരു വ്യത്യാസം സംഭവിക്കുന്നത്. നാം ദൈവത്തിൻ്റെ ഉടമസ്ഥയിലേക്ക് വെച്ച് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നിത്യമായ ഒരു സന്തോഷം അതുവഴി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതല്ലെങ്കിൽ ആ സമ്പത്ത് നൽകുന്ന പരിമിതമായ നശ്വരമായ ഒരു പ്ലഷറിലായിരിക്കും നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലർക്ക് സമ്പത്ത് ഒരു പ്ലഷറാണ്. പ്ലഷർ എന്ന് പറയുന്നത് വെറും താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ വൈകാരികത കുറച്ച് കഴിയുമ്പോൾ തീരും. അത് കയ്യിൽ നിന്ന് കിട്ടി, അപ്പോൾ എന്തൊക്കെയോ തോന്നി, കുറച്ച് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോയി. ആ സ്ഥാനം മുഴുവനും ദുഃഖം വന്ന് നിറഞ്ഞു, നിരാശ വന്ന് നിറഞ്ഞു. അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലുമാണ് തട്ടിയെടുത്തതെന്ന് ചിന്തിക്കുമ്പോൾ പ്രതികാരം കൊണ്ട് നിറഞ്ഞു. മറ്റുള്ളവർ മൂലമാണിത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അവരോട് വെറുപ്പായി. ഇതൊക്കെ വന്ന് നിറയുന്നു. പക്ഷേ അങ്ങനെയല്ല. നമുക്കതിൽ നിന്നെല്ലാം നിത്യമായ ഒരു സന്തോഷം തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. പക്ഷെ നമ്മളതിൻ്റെ അടിമയാകാൻ പാടില്ല. എങ്ങനെയാണ് നമുക്ക് അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കുന്നത്? സമ്പത്ത് കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അതെങ്ങനെ ആരാധിക്കണം? അതിൻ്റെ ഉടമസ്ഥത ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച്. അങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഞാനെൻ്റെ ഉടമസ്ഥനല്ല, ഇത് ദൈവം എനിക്ക് നൽകിയതാണ്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്നു. ദൈവം തന്നതാണെങ്കിൽ ആ തന്ന ഉടമസ്ഥന് ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മോഹങ്ങളല്ല, ദൈവത്തിൻ്റെ പ്ലാനാണ് ഞാൻ അതിലൂടെ അന്വേഷിക്കേണ്ടത്. ആ ഉടമസ്ഥാവകാശം സറണ്ടർ ചെയ്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ദൈവിക പ്രേരണകൾ ഉണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ ഞാനെന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലെ ആ ഭാവം അതിൻ്റെ കയ്യിലേക്ക് സമ്പത്ത് വന്നാൽ അത് വളരെ ശക്തമായ, ഒരിക്കലും വിട്ടുപോകാത്തവണ്ണമുള്ളൊരു ശക്തിയായിട്ട് മാറും. അത് നമ്മളെ അടിമയാക്കി കഴിയുമ്പോഴോ അതൊരു പൈശാചിക ശക്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും. അത് നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങും. സമ്പത്തായിരിക്കും നമ്മളെ നയിക്കുക. സമ്പത്ത് നയിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യമൊക്കെ മാറും. നമ്മൾ ഒരേ ഒരു കാര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങും. എന്താണ്? എന്ത് കാര്യം ചെയ്താലും എനിക്ക് അതിൻ്റെ അകത്ത് നേട്ടമുണ്ടാക്കണം, അത്രയേ ഉള്ളൂ. സമ്പത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, വേറെ ഒന്നും അതിനകത്ത് ലക്ഷ്യമില്ല. അപ്പോൾ അവിടെ ബന്ധങ്ങളെല്ലാം തകരാൻ തുടങ്ങും. സമ്പത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേട്ടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കാനായിട്ട് വന്നു. രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്, എൻജിനീയേഴ്സാണ്. അവർ ഒരു കാര്യം എന്നോട് പറഞ്ഞു. കാര്യം ഞങ്ങൾ തമ്മിൽ സ്നേഹമൊക്കെയാണ്, പക്ഷേ ഞങ്ങൾ എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാലും അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചാണ് അവസാനിപ്പിക്കുക. ചിലപ്പോൾ അടിയിലും അവസാനിപ്പിക്കാറുണ്ട്. സംസാരിച്ച് തുടങ്ങുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ അതിന് എൻഡ് എപ്പോഴും അങ്ങനെയാണ്. ഇതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഇതാണൊരു ചോദ്യം. ഏതായാലും തുടർന്ന് ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനയും ചർച്ചയിലും ഒക്കെയായി ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വെളിപ്പെട്ടു. കാരണം ഇവരെപ്പോഴും
സക്സസിനെ കേന്ദ്രമാക്കി ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ലക്ഷ്യം അതാണ്, സക്സസ് എന്നാണ് ലക്ഷ്യം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, സ്നേഹത്തെ കേന്ദ്രമാക്കി നിങ്ങൾ ജീവിതത്തെ കാണാൻ തുടങ്ങിയാൽ പിന്നെ ഈ കുടുംബത്തിൽ വഴക്കിന് അധികം സ്ഥലമില്ല. സ്നേഹത്തെ കേന്ദ്രമാക്കിയാണ് കാണുന്നതെങ്കിൽ, സ്നേഹത്തെ കേന്ദ്രമാക്കി ജീവിതത്തെ കണ്ടാൽ ഭാര്യയ്ക്കൊരു രോഗം വന്നു എന്ന് വന്നാൽ ഇതാ അവിടെ ഒരിക്കലും പരാതിയില്ല. കാരണം സക്സസ് അല്ല ലക്ഷ്യം, സ്നേഹമാണ്. എൻ്റെ സ്നേഹവും എൻ്റെ പരിചരണവും കൂടുതൽ കൊടുക്കേണ്ട സമയമാണിത്. ഒരു കുട്ടിക്ക് അല്പം മാർക്ക് കുറഞ്ഞു പോയാൽ ഇതാ അവിടെ വലിയ കോപമൊന്നും ഉണ്ടായാൽ, കാരണം മാർക്ക് കുറഞ്ഞ കുട്ടിയെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള സ്നേഹമുണ്ട്, രോഗിയെയും ഉൾക്കൊള്ളുവാനുള്ള സ്നേഹമുണ്ട് ആ കുടുംബത്തിൽ, അംഗവൈകല്യമുള്ള വ്യക്തിയെ ഉൾക്കൊള്ളുവാനുള്ള സ്നേഹമുണ്ട് ആ കുടുംബത്തിൽ. എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളുണ്ടായാൽ അതൊക്കെ ഉൾക്കൊള്ളുവാനായിട്ട് ആ കുടുംബത്തിന് സാധിക്കും. സക്സസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ രോഗിയെ ഉൾക്കൊള്ളാൻ കഴിയുമോ? ഒരല്പം മാർക്ക് പറഞ്ഞു പോയ ഒരു കുട്ടിക്ക് ആ കുടുംബത്തിൽ എന്തുമാത്രം സ്ഥാനമുണ്ടാകും? ഒരു പരാജയമുണ്ടായാൽ ആ വ്യക്തിക്ക് എന്തുമാത്രം ആ കുടുംബത്തിൽ സ്ഥാനമുണ്ടാകും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കുടുംബം സ്നേഹത്തിന് കുടുംബമായിരിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, പണത്തെ കേന്ദ്രമാക്കി ചിന്തിക്കുന്നത് വഴി എത്രയെത്ര ബന്ധങ്ങളാണ് തകർന്നു കിടക്കുന്നത്. എത്രയോ പരിപാവനമായ ബന്ധങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധങ്ങൾ പണം എന്ന വിഷയത്തെ ചുറ്റിപ്പറ്റി ഈ പരിപാവനമായ ബന്ധങ്ങൾ പോലും തകർന്നിരിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, സാഹോദര്യ ബന്ധങ്ങൾ, ഇവിടെയെല്ലാം തകരാറ് സംഭവിക്കുകയാണ്. കാരണം പ്രിയപ്പെട്ടവർ, സമ്പത്തിനെ കേന്ദ്രമാക്കി ചിന്തിക്കുന്നു. സമ്പത്ത് ആ വ്യക്തിയുടെ അടിമപ്പെടുത്തുന്നു, സമ്പത്തിൻ്റെ അടിമയായിത്തീരുന്നു, നമ്മൾ അറിയില്ലത്. അതുകൊണ്ട് ഉടമസ്ഥാവകാശം നമ്മൾ എപ്പോഴും ദൈവത്തിന് കൊടുത്താൽ മാത്രമേ നമ്മളതിൻ്റെ അടിമയാകാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളതിൻ്റെ അടിമയാകും. അടിമയാകുന്നതോടുകൂടി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് കേൾക്കാൻ പറ്റുകയില്ല. ദൈവം സംസാരിക്കുന്നുണ്ട്, പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവം തന്നെ മക്കളോട് സംസാരിക്കുന്നു. പക്ഷേ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ചിലതിൻ്റെ അടിമയായി മാറിയിരിക്കുന്നു. പണവുമായി ബന്ധപ്പെട്ടാണോ എൻ്റെ വഴക്ക് എങ്കിലും ഞാൻ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആര് ശരി ആര് തെറ്റ് എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കുക, നമ്മളതിൻ്റെ അടിമത്വം ഉപേക്ഷിക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അതിനെ ഉയർത്തുക. ഈ കാലം വരെയും ദൈവം അതിലൂടെ നൽകിയ സംരക്ഷണത്തിനെ ഓർത്ത് നന്ദി പറയുക. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ സാമ്പത്തിക മേഖലയിലും മറ്റുമൊക്കെ ഒരു തകരാറ് സംഭവിക്കുമ്പോൾ നമ്മുടെ ബൗദ്ധികമായ പരിശോധന അവിടെ വലിയ പ്രസക്തിയില്ല. ബൗദ്ധിക പരിശോധനയിൽ എന്താണ് നമ്മൾ കണ്ടെത്തുക? ആ വ്യക്തി കാരണമാണ്, അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി നീതിയില്ലാതെ എന്നോട് പെരുമാറുന്നു, സ്നേഹമില്ലാതെ എന്നോട് പെരുമാറുന്നു, അല്ലെങ്കിൽ അനീതിയായിട്ട് അധാർമികമായ മേഖലയിൽ എന്നോട് പെരുമാറിയിരിക്കുന്നു, എന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില നിഗമനങ്ങളിലാണ് നമ്മൾ എത്തിച്ചേരുക. പക്ഷേ നമ്മളൊരു ആത്മീയ വ്യക്തിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യുദ്ധം ഒരു ആധ്യാത്മിക യുദ്ധമാണ്. ഇതൊരു ഭൗതികമായിട്ടുള്ള ഒരു യുദ്ധമല്ല, ഇതൊരു ആത്മീയ യുദ്ധമാണെന്ന് മനസ്സിലാക്കിയാൽ ആത്മീയ ഉപകരണങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത്, ആത്മീയ ആയുധങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭൗതികമായ ഉപകരണങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. ഒരുപക്ഷെ ഭൗതികമായ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ നേരിടുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. പക്ഷേ നമ്മളെത്ര പരിശ്രമിച്ചിട്ടും അത് വീണ്ടും വീണ്ടും കൺഫ്യൂഷനിലേക്ക് പോകുന്നു, എങ്ങും എത്തിച്ചേരാതെ കിടക്കുന്നു. ഇതായിരിക്കും അതിന് റിസൾട്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭൗതിക യുദ്ധമല്ല എനിക്ക് വേണ്ടത്, ഞാനൊരു ആത്മീയ യുദ്ധത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അതിൻ്റെ ആയുധം തികച്ചും ആത്മീയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ സമ്പത്ത് കൊണ്ട് ആരാധിക്കാൻ തുടങ്ങുക. ഈ നാൾ വരെയും ദൈവം എൻ്റെ കയ്യിലേക്ക് തന്നതും സാമ്പത്തിക മേഖലയിൽ എന്നെ
പരിപാലിച്ചു പോകുന്നതുമായ എല്ലാ കാര്യങ്ങളെയും നമുക്ക് അത് ദൈവം എനിക്ക് നൽകിയ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയുക. ജോബിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രാർത്ഥന നമുക്കറിയാം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇത് തന്നെയായിരിക്കണം നമ്മുടെ മനോഭാവം. അപ്പോൾ അങ്ങനെ ആ ഉടമസ്ഥാവകാശം സറണ്ടർ ചെയ്ത് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് സമ്പത്തിൻ്റെ അടിമത്തിൽ നമ്മൾ വിടുതൽ പ്രാപിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. 1 തീമോഥെയോസ് 6:9 വാക്യങ്ങൾ. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ അവർ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അടിമത്വം പ്രിയപ്പെട്ടവരെയും നമ്മൾ പലപ്പോഴും സമ്പത്തിൻ്റെ അടിമത്വം എന്തുമാത്രം നമുക്കുണ്ട് എന്ന് നമുക്കറിയാൻ പാടില്ല. ഇത് എങ്ങനെ അറിയും? അതൊരു ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ എന്നത് എന്തുമാത്രം സമ്പത്തിൽ ചേർന്നിരിക്കുന്നു എന്ന കാര്യം, നമ്മുടെ സമ്പത്തിൽ ചേർന്നിരിക്കുന്നു എന്ന കാര്യം നമ്മൾ എങ്ങനെ അറിയും? എൻ്റെ എന്നത് ചേർന്നിരിപ്പുണ്ടെങ്കിൽ അതറിയുവാനുള്ള മാർഗം അതിൽ നിന്ന് വേദനയുണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യമാണ്. എൻ്റെ എന്നതുണ്ടെങ്കിൽ നമുക്ക് വേദനയുണ്ടാകും. ഹല്ലേലൂയ. എൻ്റെ എന്നതില്ലെങ്കിൽ അവിടെ ഒരിക്കലും വേദന ഉണ്ടാകില്ല. പത്രം വായിക്കുന്നു, 10 പേരുടെ പുര കാറ്റത്ത് പറന്നുപോയി എന്ന് വായിച്ചാൽ നമുക്കൊരു വേദന ഉണ്ടാകില്ല. നേരെ മറിച്ച് നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ പേര ചോർന്നു പോയെന്ന് വന്നാലോ അപ്പം നമുക്കൊരു വേദന ഉണ്ടാകും. കാരണം എൻ്റെ അവിടെ ചേർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം സാമ്പത്തിക മേഖലയിൽ ദൈവം ഇങ്ങനെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ അനുവദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അല്ല ഞാനിപ്പോൾ എത്ര വലിയതായിട്ടാണ് വേദനിക്കുന്നത്, ഇതിന് നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് എത്ര അതിശക്തമായിട്ടാണ് ഞാൻ വേദനിക്കുന്നത്. എന്തുമാത്രം വേദന അതിനകത്തുണ്ടോ അത്രയും എൻ്റെ എന്നത് അതിൽ അടിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്തുമാത്രം എൻ്റെ എന്നത് അതിനകത്ത് ചേർന്നിരിപ്പുണ്ടോ തീർച്ചയായിട്ടും നമുക്കവിടെ ഒരു ബലിപീഠം ഉണ്ടാക്കിയേ പറ്റൂ. ആ എൻ്റെ എന്നത് ബലിയർപ്പിക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഒരു പക്ഷേ തോന്നും, എനിക്കങ്ങനെ വലിയ സമ്പത്തിൻ്റെ അടിമയൊന്നും അല്ല ഞാൻ. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതാ നമുക്കൊരു സാമ്പത്തികമായ ഒരു നഷ്ടം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഈ മേഖലയിൽ ഒന്ന് വഞ്ചിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് എന്ത് ചെയ്താൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല, നമ്മൾ കിടന്ന് വിഷമിക്കാൻ തുടങ്ങുന്നു. എന്ത് ചെയ്താൽ നമ്മുടെ തലയിൽ നിന്ന് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുമാത്രം ഈ സമ്പത്ത് നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾ അറിയുകയില്ല. നമ്മളതിനകത്ത് മുഴുകി നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അത് അറിയുകയില്ല. കുറേ നാളുകൾക്ക് മുമ്പേ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്കങ്ങനെ സമ്പത്തുമായിട്ടോ ഒന്നും വലിയ ബന്ധങ്ങളൊന്നുമില്ല, ഞാൻ ആ കാര്യത്തിലൊക്കെ വളരെ കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം തന്നെ നട്ടുപിടിപ്പിച്ച ഒരു തെങ്ങും തോട്ടം അത് കുടുംബസ്വത്തിൻ്റെ ഭാഗമായി കിടക്കുകയായിരുന്നു. എന്നാൽ അപ്പൻ അത് അദ്ദേഹത്തിൻ്റെ സഹോദരന് ആയിട്ട് വീതം വെച്ചപ്പോൾ പിന്നെ പുള്ളിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുള്ളി വീണ്ടും പറഞ്ഞു, കൊടുത്തത് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എന്നോടൊന്ന് പറയാമായിരുന്നു,
പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം ചരടുകൾ അതിനകത്ത് ചേർത്ത് വെച്ചാലും അതെല്ലാം എൻ്റെ എന്നതിൻ്റെ തെളിവാണ്. നമുക്ക് ആത്മാർത്ഥമായും സത്യസന്ധമായും വിഷയത്തെ നമുക്ക് സമീപിക്കാൻ കഴിയണം. നമ്മുടെ അടിമത്വം ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരുന്നു. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ഈ ലോകത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുക ആ വ്യക്തിയുടെ വഞ്ചന കൊണ്ട് സംഭവിക്കുന്നതാണ്, അയാളുടെ വളരാത്ത മനസ്സ് കാരണം സംഭവിക്കുന്നതാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ചില വ്യക്തികൾ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ നമ്മൾ ഒരു ദൈവാത്മാവിന് നിറവോടുകൂടി നമ്മുടെ ജീവിതത്തെ സമീപിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ദൈവം എൻ്റെ ഉള്ളിലെ ഒരു അടിമത്തം എനിക്ക് വെളിപ്പെടുത്തി തരികയാണ്. അല്ല, നിനക്ക് അല്പം പണം പോയി കഴിഞ്ഞപ്പം എന്തൊക്കെയാ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു? നിനക്ക് ഉറക്കയില്ല, നീ കടന്ന് തലകുത്തി മറിയുന്നു, നാളെക്കുറിച്ച് നീ ഒത്തിരി കാണുന്നു, ഞാൻ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചോദിക്കുന്നു. ഇത്രയും വർഷമായി ഞാൻ നിന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പരിപാലനയിലുള്ള വിശ്വാസത്തെക്കാൾ കൂടുതലായി നീ നിന്റെ കഴിവിലും നിന്റെ പരിശ്രമത്തിലുമായിരുന്നു നിന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കെട്ട് നമ്മളെ പൊട്ടിച്ച് ദൈവം നമ്മളെ അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്താനായിട്ട് പോവുകയാണ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കി തരാനുള്ള ഒരു സന്ദർഭമായി ഇതിനെ കാണണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളോടൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുകയാണ്. അവര് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മനഃപൂർവ്വമാണ്, എന്നെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അത്തരം വ്യാഖ്യാനങ്ങളൊക്കെ നമ്മളെ എന്തുമാത്രം ദുഷിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഒരു വ്യാഖ്യാനം നമ്മുടെ ആധ്യാത്മികതയിലില്ല. ഇത് നീ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തി തരിക. ഇത്രയേ ഉള്ളൂ. അരേക്കർ ഭൂമി പോയാൽ നീ തലകുത്തി മറിയുന്നവനാണ്. 10 പൈസ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ ഉറക്കം കെട്ടുപോകുന്നവനാണ് നീ. അത് ചിലപ്പോൾ 1 വർഷം വരെയും ചിലപ്പോൾ നീ വേദനിച്ചിരിക്കും. ചിലപ്പോൾ ഈ ഒരു തകർച്ചയെ തുറന്ന് നീ രോഗിയായിത്തീരുന്നു, നീ മെന്റൽ പേഷ്യൻ്റ് ആയിത്തീരുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, എന്തുമാത്രം അടിമത്തം നിനക്കൊണ്ട്. ഇത്രയേ ഉള്ളോ നീ അതിന്റെ അടിമയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ദൈവം ഈ ലോകത്തിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിന്റെ അടിമയാകാതിരിക്കാനായിട്ടാണ്. അതാണ് മനുഷ്യന്റെ വിജയം. അതാണ് നമുക്കതിന്റെ മേൽ ഉയർന്നു നിൽക്കാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ പരിശോധിക്കാൻ പോകരുത്. നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരെന്തൊക്കെയാണ് എന്നോട് സംസാരിച്ചത്, അവരെന്താ എന്നോട് അങ്ങനെ പെരുമാറിയത്, എന്താണ് അവരെന്തുകൊണ്ടാണ് വഞ്ചന കാണിച്ചത്, ഇത്തരം ചോദ്യങ്ങളെല്ലാം തലയും ദൂരെ എറിയുക. നീ ഇതിൽ നിന്ന് പരിശോധിക്കുക, നീ ആരാണ്, നീ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിന്റെ എൻ്റെ എന്നത് എത്രമാത്രം ഈ സമ്പത്തിൽ അലിഞ്ഞു കിടക്കുന്നു എന്ന് നീ മനസ്സിലാക്കുക. അപ്പൊ എൻ്റെ എന്നത് കാണണമെങ്കിൽ നമുക്ക് അത് ഒരു വേദനയിലൂടെ കാണുകയുള്ളൂ. വേദനയുണ്ടോ അതിന്റെ അർത്ഥം എൻ്റെ കിടപ്പുണ്ട്, അല്ലെ നമുക്ക് വേദന ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ദൈവം ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മുടെ അടിമത്തം ദൈവം പരിശോധിക്കും. ഇടയ്ക്കൊന്ന് ദൈവം അതൊന്ന് എടുത്തു മാറ്റി നോക്കും. എടുത്തു മാറ്റുമ്പോഴെല്ലാം നമ്മുടെ മുമ്പിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇതാരുടേതാണ്? നീ പറയുക. നീ പറയാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എങ്കിൽ ആ വേദന തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതാരുടേതാണ് എന്ന ചോദ്യത്തിൽ ദൈവമേ ഇത് നിന്റേതാണ് എന്ന് പറഞ്ഞാൽ, ദൈവമേ ഇത് നിന്റേതാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവിടെ ബലി ആരംഭിച്ചു കഴിഞ്ഞു, ബലിപീഠത്തിൽ വെച്ച് കഴിഞ്ഞു, അൾത്താരയിൽ വെച്ച് കഴിഞ്ഞു, സ്തോത്രം ആരംഭിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്.